മുട്ടിലെഴുന്ന സമരം മുതൽ കോലം കത്തിക്കൽ സമരം വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പലതരം സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട്. സാമൂഹിക സേവനത്തിന് വേണ്ടി, സാമൂഹിക ക്ഷേമത്തിന് വേണ്ടി തന്റെ ആയുസിന്റെ പകുതിയോളം കാലം, അതായത് ശരാശരി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ 56 മുതൽ 60 വയസ്സ് വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇത്രയും വർഷത്തെ സർക്കാർ സേവനത്തിന് ശേഷം അവർ എന്താണ് അർഹിക്കുന്നത്? ഇത്രയും കാലം സർക്കാർ സ്ഥാപനങ്ങൾ പണിയെടുത്തിട്ടും മാനസികാരോഗ്യ കേന്ദ്രം, കൃഷിഭവൻ, ആരോഗ്യ വകുപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ ജോലി ചെയ്തിട്ടും ഇത്രയും വർഷത്തിന് ശേഷം അവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ പെൻഷനാണ്. ഭരണകൂടം എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ കണ്ണടയ്ക്കുന്നത്? നമുക്ക് സത്യാവസ്ഥ അവരോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് ജയകുമാരി. ഞാൻ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ 9 വർഷവും 3 മാസവും ജോലി ചെയ്തു. NPS വഴി കയറി എനിക്ക് കിട്ടുന്ന ശമ്പളം 1000 ആനുവറ്റി, പെൻഷനല്ല, ആനുവറ്റി 1607 രൂപ. കാലൊക്കെ നോക്കണം. ഞങ്ങൾ പല അസുഖങ്ങളും ഉള്ളവരാണ്. നമുക്ക് മരുന്നിന് പോലും തികയുന്നില്ല കിട്ടണത്. അപ്പം സർക്കാർ ഇതിന് വേണ്ട നടപടി, നമുക്ക് ഉചിതമായ ഒരു പെൻഷൻ തന്ന് നമ്മളെ സഹായിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നമ്മൾ വളരെ ദുരിതത്തിലാണ്. ഇതുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. മരുന്നിന് പോലും തികയുന്നില്ല. മക്കള് കല്യാണം കഴിഞ്ഞ് അവരുടെ കുടുംബം, അവരെ നമുക്ക് ശല്യപ്പെടുത്താൻ പറ്റുമോ? കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കണം. അപ്പോൾ സർക്കാർ ഈ NPS-ൽ നിന്ന് നിസ്സാര വർഷങ്ങൾ സർവീസുള്ള എല്ലാവർക്കും എന്തെങ്കിലും മിനിമം ഒരു പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിച്ച് തരണമെന്ന് നമ്മൾ ഈ ചാനലുകാരോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് പൈങ്കിളി. ഞാൻ പേരൂർക്കട മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത്. 2000-ലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന ഒരു കൂട്ടം പേഷ്യൻസിനെയാണ് നമ്മൾ ശുശ്രൂഷിച്ചത്. അവരുടെ അടിയും ഇടിയും കൊണ്ട് നമ്മൾ ഒരുപാട് 14 വർഷം നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് ജോലി ചെയ്തു. ജോലി ചെയ്യുന്ന സമയം ആദ്യമൊക്കെ നമുക്ക് 56 രൂപയ്ക്കാണ് നമ്മൾ ജോലിക്ക് കയറിയത്. 2014 ജനുവരി 1-നാണ് നമുക്ക് സ്ഥിരമാക്കിയത്. നവംബർ 2014 നവംബർ 1-നാണ് നമുക്ക് ജോലി സ്ഥിരമാക്കിയത്. പിന്നെ എനിക്ക് 7 വർഷത്തെ സർവീസ് ഉണ്ട്. എനിക്ക് കിട്ടുന്നത് 1138 രൂപയാണ്. പിന്നെ നമ്മൾ കൊറോണ സമയത്തൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട്, ഒരുപാട് കഷ്ടപ്പെട്ട്, എന്നിട്ട് നമുക്ക് ഇപ്പം 60 വയസ്സായപ്പോൾ നമ്മൾ പെൻഷനായി. ഒരു കടയിൽ ചെന്നാൽ പോലും 60 വയസ്സായതുകൊണ്ട് നമുക്ക് ഒരു ജോലി തരൂല്ല. നമ്മളെ കാര്യം വളരെ ഗതികേടാണ്. നമുക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ച് അയച്ചു. ആ കടങ്ങളൊന്നും തീർന്നില്ല. ഏതെങ്കിലും കടയിൽ ജോലി കയറാന്ന് വെച്ചാൽ നമുക്ക് 60 വയസ്സായതുകൊണ്ട് നമുക്ക് ജോലി തരൂല്ല. അപ്പം നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. അപ്പം എന്തെങ്കിലും ഗവൺമെൻറ് നമുക്ക് ഒരു മിനിമം പെൻഷൻ തരണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അമ്മമാരുടെ ഈ കണ്ണീർ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് പത്തനംതിട്ടയിൽ ആരോഗ്യ വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ശ്രീനിചേട്ടനാണ്. അദ്ദേഹത്തോട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് സർക്കാർ ഇതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? വേണ്ടപ്പെട്ട അധികൃതർ എന്തെങ്കിലും ഇതിന് മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇതിന് ഓക്കെ, ഞാൻ കേരളത്തിലെ 2013 മുതൽ ആരംഭിച്ച ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ജീവനക്കാരനാണ്. അന്ന് ഈ ജീവനക്കാരുടെ പുതിയതായിട്ട് രൂപം കൊണ്ട സംഘടനയായ സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരളയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. 2013 ശേഷം വിരമിച്ച ജീവനക്കാരുടെ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇനി സർവീസിലുള്ള ജീവനക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതലും ശക്തമായിട്ടും കേരളത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു സംഘടന SNPCC എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പം ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവർ സമരം ചെയ്യുന്നത്. നമ്മുടെ നിരവധി സമരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2016 ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ ഇത് പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 ഇത് പരിശോധിക്കാനായിട്ട് ഒരു റിട്ടയേർഡ് ജഡ്ജി അടങ്ങുന്ന ഒരു സമിതിയെ നിയമിച്ചിരുന്നു. അവർ 2 വർഷത്തിന് ശേഷം ഇത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാം എന്നും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാർ അതിനുള്ളൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം 2021 ഈ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സർക്കാർ ആദ്യത്തെ 2 കൊല്ലം ഒന്നും ചെയ്തില്ല. നമ്മുടെ നിരന്തര സമരങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ ഇത് പഠിക്കാനായിട്ട് വീണ്ടും ഒരു മന്ത്രിതല സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. 2 മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടങ്ങിയ ഒരു സമിതിയെ നിയമിച്ചിരിക്കുകയാണ്. ആ സമിതി
കഴിഞ്ഞ ദിവസം വരെയും ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. മിനിറ്റ്സ് രേഖപ്പെടുത്തിയ ഒരു മീറ്റിംഗ് പോലും കൂടിയിട്ടില്ല. എന്നാൽ ഒരു മീറ്റിംഗ് കൂടിയെന്ന് നമുക്ക് അവർ വിവരാവകാശത്തിൽ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷേ മിനിറ്റ്സ് ഇല്ല. എന്നാലും നമുക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ 10 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു വാഗ്ദാനം, ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വിരമിച്ചതും അല്ല സർവീസിലുള്ള ജീവനക്കാരുടെയും ആശ്വാസകരമായ ഒരു നടപടി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, ആവശ്യം. അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കോവിഡ് കാലത്ത് ഞങ്ങൾ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾ കോവിഡ് കാലത്ത് ഞങ്ങൾ അനുഭവിച്ച വേദനകളെ പറ്റി പറഞ്ഞാൽ ഒരു മനുഷ്യർ പോലും സഹിക്കത്തില്ല. അതേപോലെ ഞങ്ങൾ പ്രവർത്തിച്ചതാ. അന്നാണെങ്കിൽ NHMകാർക്ക് 5000 രൂപ റിസ്ക് അലൗൺസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതുപോലും ഇല്ലായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങളുടെ ശമ്പളത്തിലാണ് ഞങ്ങൾ പൈസ എടുത്ത് വണ്ടി വിളിച്ച് എവിടെയാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇടുന്നതെന്ന് വെച്ചാൽ അവിടെ പോയാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെല്ലാം ഞങ്ങൾ ഒരുപാടും കഷ്ടപ്പെട്ടു. PP കിറ്റിനകത്തിരുന്ന് ബന്ധു പുഴുകി ശ്വാസവും വിടാൻ പറ്റിയ വായിൽ നമുക്ക് തുപ്പരം നിറഞ്ഞാൽ തുപ്പാൻ പറ്റുമോ, ഇറക്കാൻ പറ്റുമോ, വിയർപ്പും എല്ലാം കൂടെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് രാത്രി കാലങ്ങളിലാണെങ്കിൽ 3, 4, 5, 10 പേരെ മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കിറ്റെല്ലാം മാറിയിട്ട് പോയി കുളിച്ചിട്ട് ഡ്രസ്സ് മാറി കിടക്കുമ്പോഴായിരിക്കും അടുത്ത ഒരു പേഷ്യന്റ് വരുന്നത്. അപ്പോഴേത് പാതിരാത്രിക്കാണ്, ഏത് തണുപ്പ് കാലത്താണേലും ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെയും പേഷ്യൻസിനെ കൊണ്ടുവിട്ടും വെച്ച് ഞങ്ങൾ പിന്നെയും റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാറ്റുവിറ്റിയും തന്നെ ഞങ്ങളുടെ ഈ പൈസ ഞങ്ങൾക്ക് പിടിച്ചിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വെറും നിസ്സാര, എനിക്കാണെങ്കിൽ 1171 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഈ ഗ്രാറ്റുവിറ്റിയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. പിന്നെ മെഡിസിപ്പിനെ പറ്റി പറഞ്ഞാൽ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് മെഡിസിപ്പിന്റെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒത്തിരി പറയാൻ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഇവിടെ സമരം ഞങ്ങൾക്ക് 16-ാം തീയതിയാണ് തുടങ്ങിയത്. 16, 17, 18, 19 4 ദിവസം ഞങ്ങൾക്ക് ഇതിന് പരിഹാരം കാണുന്നിടം വരെ. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ബഡ്ജറ്റ് വരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാർ പറയുന്നത് പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ മാറ്റുന്നില്ല, അതിന് പകരമായിട്ട് വേറൊരു പെൻഷനാണ് അവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഗ്രാറ്റുവിറ്റിയുടെ ആനുകൂല്യം പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയേ പറ്റുള്ളൂ. കാരണം ഒരു വർഷം ചെല്ലുവാനോ അല്ലെങ്കിൽ ഇത്ര മാസം 15 മാസം ജോലി ചെയ്യുന്നവർക്ക് പോലും ഗ്രാറ്റുവിറ്റി മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഞങ്ങളെ ഒരു സദ്യയിലെ 2 വിളമ്പാണ് ഇപ്പം വിളമ്പുന്നത്, ഗ്രാറ്റുവിറ്റി, സ്റ്റാറ്റ്യൂട്ടറി. ഞങ്ങളും ഈ മറ്റുള്ള സേവനം അത് സർക്കാർ ജീവനക്കാരെ പോലെ തന്നെ ജോലി ചെയ്ത് ഞങ്ങളുടെ ശമ്പളം ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങൾ യൂണിയനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ പിരിവും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നിനും ഞങ്ങൾ പിന്നിട്ട് നിന്നിട്ടില്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കുന്നത്, ഞങ്ങളോട് ഈ വേർകൃത്യം കാണിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. എൻ്റെ പേര് ഷീലാദേവി. ഞാൻ മെൻ്റൽ ഹോസ്പിറ്റലിലാണ് സർവീസ് ആരംഭിച്ചത്. ആദ്യമൊക്കെ ഞങ്ങൾ ഇതായിരുന്നു, ദിവസക്കൂലിക്കായിരുന്നു. 14 വർഷത്തോളം ഞങ്ങൾ ദിവസക്കൂലിക്ക് നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് 2014 നവംബർ 1 സ്ഥിരമാക്കി തന്നത്. ഈ സമരത്തിൻ്റെ പേര് കണ്ണീർ സമരമാണ്. അക്ഷരാർത്ഥത്തിൽ ഇത് കണ്ണീർ സമരം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഇതിൽ പറയുന്നത് പോലെ ഞങ്ങൾ വേറെ യാചകരായി മാറി. ഞങ്ങൾ നെടും തൂണായിട്ട് നിന്ന് ഞങ്ങളെ കുടുംബം അന്വേഷിച്ച് ഇന്ന് ഞങ്ങൾ വെറും യാചകരായി മാറി. ഞങ്ങൾ ഇവിടെ ഭിക്ഷാടന സമരം നടത്തി, പാത്രം കൊട്ടി സമരം നടത്തി, ഇപ്പം കണ്ണീർ സമരത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മിനിമം പെൻഷനും ഗ്രാറ്റുവിറ്റിയും, ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങിപ്പോയവരാണ്. ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റിയും മിനിമം പെൻഷൻ എങ്കിലും സർക്കാർ തന്ന് ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞങ്ങൾക്ക് മിനിമം പെൻഷനും ഗ്രാറ്റുവിറ്റി എങ്കിലും തന്ന് സഹായിക്കണം. ഞങ്ങളിലുള്ള ഒരുപാട് പേര് കിടക്ക രോഗികളുണ്ട്. അവർക്കും യാതൊരു നിവൃത്തിയുമില്ല. വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അവർ കണ്ണീരോടെ തന്നെ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് മിനിമം പെൻഷനും ഗ്രാറ്റുവിറ്റി എങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ 97 മാഹിൻക എന്നാണ് എൻ്റെ പേര്. ഞാൻ 97, 56 രൂപ ശമ്പളത്തിൽ ജീവിതത്തിലാണ് കയറിയത്. ദിവസക്കൂലി അടിസ്ഥാനത്താണ് കയറി. അങ്ങനെ കുറേ കാലം നമ്മളങ്ങനെ 3-4 വർഷം വരെ അവരെ ഗവൺമെൻറ് ബുക്കിൽ ഒപ്പിട്ട് നമ്മൾ സാലറി മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് അവരായപ്പോൾ പിന്നീടുള്ള 3-4 വർഷം കഴിഞ്ഞ ശേഷം അവർ ഡെയിലി വേജസ് ആയിട്ട് അവർ പ്രത്യേക ഒരു ബുക്ക് ഉണ്ടാക്കുകയും അതിനുവേണ്ടി ഡെയിലി വേജസ് ആയിട്ട് ഞങ്ങളെ ജോലി ചെയ്യിക്കുകയും നമ്മളെ പേഷ്യൻറ്റിനെ ജോലി ചെയ്യാൻ സമയം പോകുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ വളരെയധികം ബുദ്ധിമുട്ടുകയും കരയുന്ന പേഷ്യൻ്റ് തന്നെ പേഷ്യനെ പോലും തിരിച്ചറിയത്തില്ല. മാത്രമല്ല ഞങ്ങൾ ആ പേഷ്യൻ്റ് തന്നെ ക്ലിയർ ആക്കി ഞങ്ങളായിരുന്നു. ഈ പേഷ്യനെ കണ്ടാൽ സഹിക്കില്ല, അത്രമാത്രം കോലം കെട്ടാണ്. അന്ന് ആശുപത്രിയുടെ പരിസരം കണ്ടാൽ തന്നെ ഒരു വൃത്തി പോലും ഇല്ല. അതുവേണ്ടി ഉളമ്പാറ വന്നു കഴിഞ്ഞാൽ അത്ര നാട്ടുകാരന ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരുമിച്ചാണ് ആ സ്ഥാപനം വൃത്തിയായിക്കൊണ്ടുവന്നത്. പിന്നീടാണ് അവിടെ സ്റ്റെയിൽസൊക്കെ ആയത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ വളരെയധികം മുട്ടളവ് കുഴിയും ഈ പേഷ്യൻറ്റിൻ്റെ
അനാവശ്യമായുള്ള മാലിന്യാവസ്ഥകൾ അത്രയും ആ സ്ഥാപനത്തിൽ ഞങ്ങൾ വൃത്തിയാക്കി എടുത്ത് ഞങ്ങൾക്ക് 56 രൂപ വെച്ചാൽ തന്നു. അതിന് ഇടയ്ക്ക് അവർ നമ്മളെ പിടിച്ച് വിടുകയും വീണ്ടും അവർ 56 വിൽക്കയറ്റും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ 2014-21 നവംബർ 1 ഞങ്ങളെ സ്ഥിരപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇത്രയും പൈസ പങ്കാളിത്ത പെൻഷൻ ആക്കിയാണ് അവർ ഞങ്ങളെ വെച്ചേക്കുന്നത്. ആയുസിൻ്റെ നല്ലൊരു ഭാഗവും ഞങ്ങൾ പേഷ്യൻറ്റിനും അവിടെ ആശുപത്രിയിലും ചിലവാക്കി. കൂടുതലായി പേഷ്യൻറ്റിനെ പരിചരിച്ചതിന് തന്നെ ഒരുപാട് നമ്മളെ വളരെ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ രോഗികളാണ്, ഞാൻ ആസ്മ രോഗികളാരാണ്, ശ്വാസം മുട്ടൂലൊക്കെ എനിക്കും ഉണ്ട്. അങ്ങനെ ഈ പേഷ്യൻറ്റിന് പൊടിയടിച്ച് ആ പേഷ്യൻറ്റിനെ ക്ലീൻ ചെയ്ത് പേഷ്യൻറ്റിനെ കണ്ട സൈക്കിൾ വേണം. അതായത് അതിൻ്റെ തലമുടി കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ കിടക്കുന്ന കോലങ്ങൾ കണ്ട ആര് സൈക്കിൾ അതിനൊക്കെ വെട്ടിയും മുറിച്ച് അതിനെ ക്ലിയാക്കി നമ്മൾ ആശുപത്രിയാക്കി മനുഷ്യക്കോലാക്കി എടുത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്ത മനുഷ്യനാണ് ഞങ്ങൾ ഇത്രയും പേരാക്കി മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നീടാണ് ഞങ്ങൾ 2014 ചിരാവി ഇതേലും നമ്മൾ പറഞ്ഞിട്ടാക്കിയത്. കാരണം നമുക്ക് മിനിമം പെൻഷൻ വേണമെന്നാണ്. ഗ്രാറ്റുവിറ്റി നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല, ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല. അതായത് നമുക്ക് മിനിമം പേഷൻ വേജൻസെങ്കിലും കിട്ടും നമുക്ക് പെൻഷനായിട്ട്. അങ്ങനെ കിട്ടും. അതിന് കൈ നിറയെ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ വെറും കൈയോടെ ഇറങ്ങിപ്പോയവരാണ്. വെറും കൈയോടെ ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ട്രഷറി ചെല്ലുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർ വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ മനം നോക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തുമാത്രം നമ്മൾ അവരെ പോലെ ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് നമ്മളിങ്ങനെ എന്ത് വിഷമമായിട്ടാണ് നമ്മൾ ആ സ്റ്റാറ്റ്യൂട്ടറിക്കാർ കൈ നിറയെ ട്രഷറിയിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ മാനം നോക്കി മലന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മനസ്സിൽ എന്തുമാത്രം വിഷമം നമുക്ക് വരുമെന്നറിയാമോ? അവരെ പോലെ ജോലി ചെയ്തതാണ് നമ്മൾ. എൻ്റെ പേര് ഫസീല എന്നാണ്. ഫസീല പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തതാണ്. 10 വർഷം ജോലി ചെയ്തു. നമുക്ക് യാതൊരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. നമ്മൾ ജോലി ചെയ്തതിൻ്റെ ശമ്പളം കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ 1125 രൂപ വീതം കിട്ടും. അത് നമ്മുടെ 60% തന്നതിൻ്റെ ബാക്കി 40% പിടിച്ചിട്ട് അതിൻ്റെ ഒരു ഷെയറാണ് ഈ കിട്ടുന്നത്. അല്ല പെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് മാസം 2000 രൂപ എങ്കിലും മരുന്നിന് വേണം കുറഞ്ഞത്. അതിന് ഈ 1120 രൂപ വെച്ച് ഒരു മാസം എങ്ങനെയാണ് കഴിയുന്നത്? മറ്റു കാര്യങ്ങളും മറ്റു ചിലവുകളും. ഭർത്താവ് സുഖമില്ലാതായിരിക്കും, നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പം സുഖമില്ലാത്ത മനുഷ്യനാ. മക്കൾ മോൻ പെണ്ണ് കെട്ടിയെങ്കിൽ അത് അവരുടെ കുടുംബം ഇല്ലേ? നമുക്ക് മരുന്നെന്നും പറഞ്ഞിരിക്കും. അവർക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ആകുമ്പോൾ അവർക്ക് ചിലവാക്കാനേ ഉള്ളൂ, നമുക്ക് തരാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ ഇച്ചിരി പെൻഷൻ, അഷ്വേർഡ് പെൻഷനെങ്കിലും ആക്കി കിട്ടണമെന്ന് നമ്മുടെ പറയുന്നത്. എൻ്റെ പേര് ലതകുമാരി. ഞാൻ ജില്ലാ കൃഷിത്തോട്ടം പെരിങ്ങമല, ജില്ലാ കൃഷിത്തോട്ടം പെരിങ്ങമല ആ കൃഷിഭവനിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2007-8 ജോലി കയറിയതാണ്. പെർമനന്റിൽ 10 വർഷം ജോലി ചെയ്തു. 2023 മാർച്ച് 23 ഇറങ്ങി. 9 വർഷവും 3 മാസവുമാണ് അവിടെ ജോലി ചെയ്തത് പെർമനന്റിൽ. ഇറങ്ങുമ്പോഴേ ഞങ്ങളേത് പിടിച്ചിട്ടുള്ള പൈസയും സർക്കാർ വിട്ട പൈസയും കൂടെ ആയിട്ട് പങ്കാളിത്തത്തിൽ ചേർത്ത് അവർ 60% കയ്യിൽ തന്നു. ബാലൻസ് 40% പിടിച്ചിട്ടു. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്, ആന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പൈസ 1233 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോഴേ ആ പൈസ കൊണ്ടാണ് എൻ്റെ ജീവിതം, എൻ്റെയും മോൻ്റെയും ജീവിതം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചുരുക്കി പറഞ്ഞാൽ പുരയിടത്തിൽ പോലും 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതിലൊരു മുളക് തൈ പോലും നട്ട് ഞങ്ങൾക്ക് എടുക്കാൻ നിവർത്തിയില്ല. ഒരു വാഴ നടാൻ നിവർത്തിയില്ല. പച്ചക്കറി ആയിട്ട് എടുക്കാനുള്ള കുരങ്ങന്മാരും പന്നിയും കാരണം യാതൊരു നിവർത്തിയില്ല. അതിനെയൊന്നും നശിപ്പിച്ച് തരാനോ ഒരു താങ്ങോ ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾക്കിപ്പോൾ ജോലി ചെയ്ത് കിട്ടുന്ന ഈ പൈസ 1233 രൂപ കൊണ്ടാണ് എൻ്റെ കുടുംബം, ഞാനും എൻ്റെ മോനും ജീവിക്കും. എന്തിനുണ്ട് ഞങ്ങൾക്ക് റേഷൻ വാങ്ങിക്കണം, മരുന്ന്, എൻ്റെ വയ്യായ്മ, അസുഖം, ഏത് കാര്യത്തിനും. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. കഴിഞ്ഞു പോയ ആൾക്കാരും അവിടെ ജോലി ചെയ്തിട്ട് അവർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഞങ്ങളെ നിന്ന് മെഡിസിപ്പിനെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു. എല്ലാവരെയും നിന്ന് പിടിക്കുന്നു, ഇപ്പോഴും ഉള്ളവർക്ക് പിടിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ ഫലമുണ്ട്. ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ആശുപത്രി കേസും ഉണ്ടായില്ല. അതുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം ആ ഒരു ഇതില്ല. ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു കിടന്ന ചികിത്സക്കാർക്ക്. അപ്പോൾ അതിനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പോക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് അവിടെ ജോലി ചെയ്തവരുണ്ട്. എല്ലാവർക്കും സർവീസ് അനുസരിച്ച് അവർക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടുന്നു. എനിക്ക് 1233 രൂപ, ഈ കുട്ടിക്ക് 1,122 രൂപ. അപ്പോൾ ഈ കണക്കിന് പിന്നെ ഒന്നും കിട്ടാത്തവരുണ്ട്. 5 ലക്ഷത്തിന് മുകളിലോട്ട് 1 രൂപ കൂടുതലുണ്ടെങ്കിൽ 60% പിടിക്കും, നമുക്ക് തരും. 40 പിടിക്കുന്നു. മുമ്പേ ഇറങ്ങി ഒരു കുട്ടിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്ത വേറൊരു ആളിന് ഒരു പൈസയും കിട്ടിയില്ല. ഒരു പൈസയെന്നല്ല, മുഴുവൻ തുകയും കൈ കൊടുത്തു. അപ്പം എല്ലാവർക്കും മറ്റ് സ്റ്റാറ്റ്യൂട്ടറിക്കാരെ പോലെ എല്ലാവർക്കും ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന സകലവർക്ക്, ഇനി മേലിലുള്ളവർക്ക്, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ എല്ലാവർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും ഗ്രാറ്റുവിറ്റി എന്നൊരിതുള്ളത് ഞങ്ങൾക്ക് കിട്ടണം. അതിനാണ് ഞങ്ങൾ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. വേറെ ഒരു പോംവഴിയില്ല.
വേറെ ഒരു പോകാൻ വഴിയില്ല. തൊഴിലുറപ്പിന് പോകുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവരല്ലേ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞങ്ങൾ അതിനേക്കാളും ചെയ്യുന്നത് ഇടുപ്പിൽ ബെൽറ്റും കെട്ടിക്കൊണ്ടാണ് പിക്കാസ് താഞ്ഞു വിട്ടുന്നത്. പക്ഷേ നല്ലതുപോലെ ജോലി ചെയ്യുന്നു. പക്ഷേ അത് എന്നുമില്ലല്ലോ, എന്നുമില്ല ഈ തൊഴിലുറപ്പ്. കുറച്ചിപ്പോൾ അതൊക്കെ എടുത്ത് കളയാൻ പോകണമെന്നും പറയാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞങ്ങളെയൊക്കെ ജീവിതങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങൾ ആവശ്യം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി വന്ന് ഇവിടെ 29-ാം തീയതി വരെ ഞങ്ങൾ ഇതുപോലെ വന്നു പോയി നിൽക്കും.